അസ്സലാമലൈക്കും, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചട്നിയാണ്, അതായത് തേങ്ങ ഇല്ലാത്ത ഒരു തേങ്ങ ചട്നി. അപ്പോൾ നമ്മൾ വീഡിയോക്ക് പോകുന്നതിനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കുക കേട്ടോ. ചെറിയൊരു വീഡിയോ അല്ല, അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ട് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കേട്ടോ. ഇനി 3 സവാള ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് കൊടുത്തതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ചെറുതാക്കിയിട്ട് തന്നെ അരിയാൻ നോക്കുക കേട്ടോ. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് എങ്ങനെ വേണ്ടിച്ചാൽ ഇത് നമുക്ക് ഇളക്കിയിട്ട് അവസാനം അത് ട്രാൻസ്പാരൻ്റ് പോലെ ആവണം. അത് വാടി ഒന്നാണ്ട് കുഴയൊന്നും വേണ്ട, ഒരു ട്രാൻസ്പാരൻ്റ് ആവുന്ന അതുവരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തേങ്ങ അരയ്ക്കാനൊക്കെ ടൈമില്ല, അങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ ഒരു ചട്നി വേണമെന്നുണ്ടെങ്കിൽ ഇത് അതിന് ബെസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാലും ആ തേങ്ങാ ചട്നി തന്നെ നമുക്ക് അത് കഴിക്കുമ്പോൾ തോന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളുള്ളിലേക്ക് ഇതാ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, വാടി ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത്. ഒരു കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി നമ്മൾ സാധാ ചട്നിക്കാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഇഞ്ചി ഇടുമല്ലോ, ആ ഒരു ഇഞ്ചി ചെറിയൊരു പീസ് ഇഞ്ചി ഇടുക. അതിട്ടതിന് ശേഷം 5 പച്ചമുളകാണ് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ചട്നിക്ക് രസം. ഓവർ സ്പൈസി അല്ല, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ് കേട്ടോ. പൊട്ടുകടല ഒരു കൈപ്പിടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടോടെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ചട്നിയാണ് കേട്ടത്. ഇപ്പോൾ തേങ്ങ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങയുടെ അതേ ടേസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തേങ്ങ ഇല്ലാത്ത തേങ്ങ ചട്നിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ജസ്റ്റ് 2-3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്തിടാം കേട്ടോ. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ. അരച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചൂടാറിയതിന് ശേഷം ചൂടൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ചൂടാറിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ. ചൂടാറിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച് കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചാൽ ഉള്ള ഉപ്പാണ്, ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇത് അരയ്ക്കാനുള്ള വെള്ളമാണ്. അരയ്ക്കാൻ തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കുക. അരച്ചതിന് ശേഷം ഇതിപ്പോൾ കൂടുതൽ ഒഴിച്ച് കൊടുത്താൽ ഇത് അരഞ്ഞില്ല, നേരം പോലെ കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല. കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇനി അത് അരച്ച് അവിടെ വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിനു ശേഷം നമുക്കൊരു വറുത്തിടണ്ടേ, അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം 2-3 ഉണക്കമുളക് ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക. അതൊന്ന് വറുത്തതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ ചട്നി, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് അരച്ചിട്ട് കിട്ടുക കേട്ടോ. ഇതേപോലെ അരിഞ്ഞ് കിട്ടണം. അതിനാണ് കുറച്ച് വെള്ളം ഒഴിക്കാൻ പറഞ്ഞത്. ഓവറായിട്ട് ചിലപ്പോൾ ഉള്ളി കറക്റ്റായിട്ട് അരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്യാൻ ഇപ്പോൾ ഇതിൽ നമുക്ക് ഓരോരുത്തർക്ക് കുറച്ച് ലൂസായിട്ട് ചട്നി വേണ്ടി വരും, കുറച്ച് തിക്കായിട്ട് കഴിക്കുന്നവരുണ്ടാവും. ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് ലൂസാക്കി അതുപോലെ കട്ടിയിലാക്കണമെങ്കിൽ അങ്ങനെ നമ്മളെ ഇഷ്ടത്തിനാക്കാം കേട്ടോ. ഇനി കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. കാരണം നമ്മൾ ചൂടാക്കി എടുത്തതല്ലേ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ആക്കണമെന്നില്ല, ഈ ജസ്റ്റ് അരപ്പിലേക്ക് വേണമെങ്കിൽ അരച്ചതിന് ശേഷം അരപ്പ് ചൂടാക്കണമെന്നില്ല, അരച്ചതിന് ശേഷം നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ വറുത്ത് സ്ട്രെയിറ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ചട്നി കിട്ടുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ കടുക് വറുത്ത് സ്ട്രെയിറ്റ് നിങ്ങൾക്ക് സ്റ്റവിലൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കറക്റ്റ് പാകത്തിനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളി തേങ്ങയില്ലാത്ത തേങ്ങ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ വെറുതെ പറയില്ല, അതേ ടേസ്റ്റാണ് ഉണ്ടാവുക. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. കാരണം എപ്പോഴും നമ്മൾ ചട്നി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ ടൈം കിട്ടാത്ത സമയമൊക്കെ വരികയാണെങ്കിൽ, സുഖമില്ലാത്ത സമയം, അതുപോലെ പെട്ടെന്ന് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് എപ്പോഴും ഉള്ളിയും ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളതാണ്. തേങ്ങ ചിരകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് ഇഡ്ഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി. അപ്പോൾ എല്ലാവരും തേങ്ങയില്ലാത്ത തേങ്ങാ ചട്നി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.